നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമ്പോൾ പിടിയിലാകുന്നത് മാരകമായിട്ടുള്ള പല ലഹരി മരുന്നുകളുമായിട്ട് നമ്മുടെ യുവ തലമുറയാണ്. ഇതിൽ യുവതികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും മുക്കിലും മൂലയിലും ഓപ്പറേഷൻ തൂഫാൻ നടക്കുകയാണ്. കൃത്യമായിട്ട് ലഹരി വിതരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഓപ്പറേഷൻ തൂഫാൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂരിൽ നിന്ന് 320 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. പാലക്കാട്ടെ റിസോർട്ടിൽ വെച്ച് ലഹരി ഉപയോഗിച്ച ശേഷം തൃശൂരിലേക്കുള്ള യാത്രാമധ്യയാണ് സംഘത്തിനെ പോലീസിന്റെ പിടിയിലായത്. ലഹരി കടത്ത് ചങ്ങലയിലെ ഏതാനും കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കാക്കശ്ശേരി സ്വദേശി ഷിഫാസ്, നമ്പഴിക്കോട് സ്വദേശി ജിഷ്ണു, ഗുരുവായൂർ സ്വദേശികളായ വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരെയാണ് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് മുതലമടയിലെ റിസോർട്ടിലായിരുന്നു 4 പേരുടെയും താമസം. MDMA ഉപയോഗിച്ച ശേഷമാണ് ഇവർ തൃശൂരിലേക്ക് യാത്ര തിരിച്ചത്. വഴിമധ്യേ വാണിയംപാറയിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ സ്ത്രീകളിൽ ഒരാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെത്തി. പിന്നാലെ പണ്ടാരക്കാടുള്ള ഷിഫാസിന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലും 18 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് ഷിഫാസിന്റെ സുഹൃത്ത് സുമേഷ് വീട്ടിൽ നിന്ന് MDMA മാറ്റിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ നടത്തിയ റെയ്ഡിലാണ് 300 ഗ്രാം MDMA പിടികൂടിയത്. MDMA ഇങ്ങോട്ട് മാറ്റിയ സുമേഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ കോൾ റെക്കോർഡും ചാറ്റുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിലൂടെ ലഹരി മരുന്നിന്റെ ഉറവിടവും വിതരണ ശൃംഖലയിലെ ആളുകളെയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഏതായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ പറയുന്ന മൊഴി അനുസരിച്ച് ഉറക്കം വരാതിരിക്കാനാണ് MDMA ഉപയോഗിച്ച് ജോലി ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ ചൂണ്ടൽ സ്വദേശിയായിട്ടുള്ള വിദ്യ പറയുന്നത്. അതായത് അനസ്തീസിയ ടെക്നീഷ്യനായാണ് വിദ്യ ജോലി ചെയ്യുന്നത്. ശസ്ത്രക്രിയകൾക്ക് മുമ്പും ശേഷവും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ജോലിയാണ് വിദ്യ ചെയ്തിരുന്നത്. അവിടെയാണ് ജോലിക്കിടെ ഉറക്കം വരാതിരിക്കാൻ വിദ്യ MDMA ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ രഹസ്യഭാഗത്താണ് MDMA ഒളിപ്പിച്ചിരുന്നത്. ഡാൻസ് ഓഫ് സംഘത്തിന് നൽകിയ മൊഴിയിലാണ് വിധി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. MDMA ഉപയോഗിച്ചാൽ ഉറങ്ങാതിരിക്കാമെന്ന് എവിടെയോ കേട്ടതിനെ തുടർന്നാണ് MDMA ഉപയോഗിച്ചു തുടങ്ങിയതെന്നും വിദ്യ ഡാൻസ് ഓഫ് സംഘത്തോട് പറഞ്ഞു. ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇതില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയായി വിദ്യയ്ക്ക്. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അനസ്തീഷ്യ നൽകുന്നതിനും അതിനുള്ള ഉപകരണങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുന്നതിനും ഡോക്ടർമാരെ സഹായിക്കുന്ന വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരാണ് അനസ്തീസിയ ടെക്നീഷ്യന്മാർ. കഴിഞ്ഞ ദിവസമാണ് 320 ഗ്രാം MDMAയുമായി 2 സ്ത്രീകളടക്കം 5 പേരെ പിടികൂടിയിരിക്കുന്നത്. പിടിയിലായ അനസ്തീഷ്യ ടെക്നീഷ്യൻ വിദ്യയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഇവർക്കൊരു കുഞ്ഞുമുണ്ട്. 4 പേരടങ്ങുന്ന സംഘമാണ് പാലക്കാട് മുതലമടയിലെ റിസോർട്ടിൽ നിന്ന് വരുന്നതിനിടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ടത്. അടിവസ്ത്രത്തിൽ MDMA ഒളിപ്പിച്ച നിലയിലാണ് ഇവർ കാറിൽ യാത്ര ചെയ്തത്. അതേസമയം തിരുവനന്തപുരം കഴക്കൂട്ടത്തും 7 ഗ്രാം MDMAയുമായി ഒരാൾ പിടിയിലായിട്ടുണ്ട്. തുമ്പ ആറാട്ടുവഴി സ്വദേശി ഷാരോൺ ജേക്കബാണ് സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 7 ഗ്രാം MDMAയും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഇൻസുലിൻ സിറിഞ്ചുകളും കഞ്ചാവ് വലിക്കുന്നതിനുള്ള പ്രത്യേക ഉപകരണവും 4000 രൂപയും കണ്ടെടുത്തു. കഴിഞ്ഞ ഡിസംബറിൽ MDMAയും ഗോൾഡൻ ഷാമ്പയിനുമായി ഇയാൾ പിടിയിലായിരുന്നു. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ലഹരി കച്ചവടം ആരംഭിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്ഥിരം കച്ചവടക്കാരെ നിരീക്ഷിച്ചു വരുന്നതിനിടെ ഷാരോൺ വീട്ടിലെത്തിയതായി വിവരം ലഭിച്ച ഡാൻസ് ഓഫ് സംഘം വീട് വളഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് ഷാരോൺ. സ്ഥിരം ലഹരി കച്ചവടക്കാരനായ ഇയാൾ കൂടുതൽ ലഹരി വസ്തുക്കൾ ശേഖരിച്ചിട്ടുള്ളതായി വിവരം ലഭിച്ച പോലീസ് വിശദമായി പരിശോധന നടത്തി വരികയാണ്. പ്രതിയെ കഴക്കൂട്ടം പോലീസിന് കൈമാറി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായ ലഹരി വിരുദ്ധ റെയ്ഡുകളിൽ ഇന്ന് 109 കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. 131 പേരെ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് അറിയിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് മിക്ക ജില്ലകളിൽ നിന്നും ലഹരി വസ്തുക്കളുമായി നിരവധി പേരെ പിടികൂടിയത്.
തലസ്ഥാനത്ത് വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി വസ്തുക്കളുമായി യുവാക്കളെ പിടികൂടിയത്. കഴക്കൂട്ടത്ത് 7 കിലോഗ്രാം MDMAയുമായി ഷാരോണിനെ ഡാൻസ് ഓഫ് പിടികൂടി. സ്ഥിരം ലഹരി വിൽപ്പനക്കാരനാണ് ഷാരോൺ. കാട്ടാക്കടയിൽ അജിത്ത് എന്നയാളും കസ്റ്റഡിയിലായി. വാഹനം നിർത്താതെ പോയ ആളെ പിന്തുടർന്ന് ഇന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് തോക്കും ആയുധങ്ങളും കണ്ടെത്തിയെന്നും പോലീസ് അറിയിച്ചു. വർക്കലയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ വടശ്ശേരിക്കോണം സ്വദേശി സതീഷ് മീഡിയം ക്വാണ്ടിറ്റി MDMAയുമായി പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 25 വരെ 4037 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. വിവിധ ലഹരി കേസുകളിലായി 4340 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 2203 ഗ്രാം MDMAയും 376 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ 36 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും തുഫാൻ സംഘം നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പുതിയൊരു തലമുറയെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സമൂഹത്തെ ലഹരി വിമുക്തമാക്കുക, നമ്മുടെ കുട്ടികളുടെ സ്ഥിരകളിലേക്ക് ഈ ഒരു ലഹരി എത്താതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൃത്യമായിട്ട് അതിനായി ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായി നമ്മുടെ പോലീസിനെ വിവരം അറിയിക്കേണ്ടതും അത്യാവശ്യമാണ്. you